ആള് ഇന്ന് നമ്മൾ തമ്മിൽ പിരിയുകയാണ്. കഴിഞ്ഞ 5 വർഷം നീ എനിക്ക് നഷ്ടപ്പെടുത്തിയതൊന്നും ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ല. എന്റെ ജീവിതം ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ല. പക്ഷെ നീ പോലും അറിയാതെ നീ നിന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച എന്റെ നിക്കർ അത് ഞാൻ തിരിച്ചു ചോദിക്കും. യൂണിവേഴ്സിറ്റി കലാലയത്തിൽ ഒരു വാഗമരച്ചോട്ടിൽ കുരുവികളെ പോലെ നമ്മൾ ഒരുപാട് സല്ലപിച്ചിട്ടുണ്ട്. ഹൃദയമാർന്ന സമ്മാനങ്ങൾ ഒരുപാട് നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ നിമിഷം ബോധിമരച്ചോട്ടിൽ നിന്ന് പറന്നകലുന്ന വേഴാമ്പലിനെ പോലെ നമ്മൾ ഇപ്പോൾ ഈ നിമിഷം അകലുകയാണ്. നിന്റെ ഈ പേത്തല പിടിച്ച സാഹിത്യം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് എന്തോരം സ്നേഹവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, എന്തോരം സ്നേഹത്തോടെ പേരുകൾ വിളിച്ചിട്ടുണ്ട്. എന്റെ വേഴാമ്പലേ, എന്റെ പൊന്മാനേ, എന്റെ പഞ്ചവർണ്ണ തത്തേ, ഇപ്പൊ അതൊന്നും വിളിക്കുന്നില്ലല്ലോ. എടി, കല്യാണം കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവിൽ ചെന്ന് ആദ്യമായിട്ടാണ് ഈ പക്ഷികളെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നെന്ന്. ആ മിണ്ടാ പ്രാണികളോട് അവിടെ നിന്ന് മാപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നത്. പ്രശാന്തിന് ഒരു കാര്യം അറിയോ? ഇന്ന് രാവിലെ എന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാവന്റെ അച്ഛൻ ഇപ്പോഴും എന്നെ ഓർത്ത് തീ തിന്നുവാ. ഇങ്ങേർക്ക് അടുപ്പെന്നോ തീയെന്നോ വല്ലതും ഉണ്ടോ? എല്ലാം കാരി വരുത്തിന്നാണ്. കല്യാണം കഴിഞ്ഞ് നമ്മൾ വിരുന്നിന് എന്റെ വീട്ടിൽ പോയപ്പോ മാമൻ എന്നോട് പറഞ്ഞതാ, ഞാൻ മാറ്റി നിർത്തിയാ പറഞ്ഞത്, നിങ്ങളുടെ നടപ്പത്ര ശരിയല്ലെന്ന്. എടി, ഊണും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഒരു കാലിൽ എന്റെ ചെരുപ്പും ഒരു കാലിൽ നിന്റെ മാമന്റെ ചെരുപ്പുമായി പോയി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഞാൻ നടന്നത്. ഇപ്പോഴും ജീവിതത്തെ പറ്റി ഒരു ചിന്തയില്ലല്ലേ? നീ പോടിയാണ്. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പ്രശാന്തിന് അറിയോ? അപ്പൊ കാലി മാത്രം മതിയോ? കൈക്കും തലയ്ക്കും വേണ്ടി വേറെ ആരെങ്കിലും വന്ന് പ്രാർത്ഥന? എടി, ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ഇറങ്ങിപ്പോ ഇവിടെ എന്താണ് വിഷയം? പ്രശാന്ത് കൂട്ടുകാരെ കൂട്ടി വന്ന് ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും കുടി 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ എന്റെ വീട്ടിൽ പോവാ. എന്റെ മാമൻ ഇപ്പൊ എന്നെ കൂട്ടാൻ വരും. അപ്പൊ നിന്റെ മാമൻ വരുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് ഈ ബന്ധം പിരിയാം. ഞാൻ പോയി എന്റെ കാറിന്റെ ചാവി എടുത്തോണ്ട് വരും. ഞാൻ പോയി എന്റെ സ്കൂട്ടറിന്റെ ചാവി എടുത്തോണ്ട് വരും. ശരി. ടൗൺ 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 മണിയുടെ ശബ്ദം അടിച്ചല്ലെന്ന് ഞാൻ ടൗണിലെത്തി. ഇവിടല്ലേ നമ്മുടെ പ്രശാന്തും ആളും താമസിക്കുന്നത്. ഞാനല്ലേ അവരുടെ കല്യാണം നടത്തി കൊടുത്തത്. അപ്പൊ അവരെയും കൂടെ കണ്ടേം വെച്ച് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. വെച്ചോ വെച്ചോ വെച്ചോ. ഇവിടുത്തെ പിള്ളേര് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഒരു മാഷാ ഞാൻ. അപ്പൊ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇന്ന് അവര് ഞെട്ടും. ഇല്ലേ, ഞാൻ ഞെട്ടിക്കും. എന്നോടാ നോക്കളി. ശരിയാക്കി തരാം. ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കത്തില്ല. ഞാൻ അറിയാതെ കൂട്ടുകാരെ വിളിച്ച് ഒളിപ്പിച്ച് നിർത്തിയേക്കോ അല്ലേ? ഞാൻ പോയിട്ട് അടിക്കാൻ വേണ്ടി ശരിയാക്കി തരാം. ഞാൻ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കാം. തിരിയരുത്, തിരിയരുത്. ഞാൻ തിരിയാൻ പോവാ. സ്കൂളിലെ മാഷോ? ഇല്ല, അമേരിക്കയിലെ ബുഷ്. മാഷെപ്പോഴാ വന്നേ? എന്തൊക്കെയുണ്ട് വിശേഷം? മാഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ, ഭയങ്കര ബഹുമാനമാ. മാഷ് പഠിപ്പിച്ച കവിതകളും കഥകളും ഒക്കെ ഇപ്പോഴും എനിക്ക് കാണപ്പാടാ. മാഷിനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നേ. ഒരു 5 മിനിറ്റ് ഈ സംസാരം ഒന്ന് നിർത്താവോ? എന്താ? തലക്കടി കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. അർഹതയില്ലാത്തത് എന്തൊക്കെയോ എവിടുന്നൊക്കെയോ തോന്നല്. മാഷ് ഇവിടെ ഇരിക്കേ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇവിടെ ഇരിക്കേ. അയ്യോ, എന്താ അടിയാ? എടി മിടുക്കി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയ സമയം നോക്കി അവളെ മാമളെ വിളിച്ചു വരുത്തി കുളിപ്പിച്ച് തലയും തോർത്തി ഇവിടെ ഇരുത്തിയിരിക്കുമല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം നിനക്ക് ഞാൻ. അത് തലക്കടിയായിടും. അയ്യോ, തുപ്പല് മാഷ്. അല്ല, ഉൽപ്പലം മാഷ്. മാഷെന്താ ഇവിടെ? നേരത്തെ അവളായിരുന്നു. അവിടെ നിന്ന് അടികൊണ്ട് ഇവിടെ വന്നപ്പോ ഇവിടെ നിന്നും കിട്ടി. അയ്യോ മാഷെ, ക്ഷമിക്കണം കേട്ടോ, അറിയാതെ പറ്റിപ്പോയി. ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ടാ മാഷിനെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റൂ. പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഷ് എന്തുമാത്രം ഉണ്ണിയപ്പമാണ് ഞങ്ങൾക്ക് കൊണ്ട് തരാറുള്ളത്. ഇപ്പോഴും ഉണ്ണിയപ്പം തലേ വെച്ചോണ്ടാണോ വന്നത്? നീയും നിന്റെ പെണ്ണുമ്പളാം കൂടെ അടിച്ചു പോക്കിയത്. മാഷിനെ കയറി അച്ചായാന്നു. നിങ്ങളുടെ ഈ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോഴാ എനിക്കൊരു സന്തോഷം. ഇല്ലേ, ഞാൻ നടത്തിക്കൊടുത്ത കല്യാണങ്ങളൊന്നും ചീറ്റി പോയിട്ടില്ല.
ഏലക്ക ഇട്ടിട്ടുണ്ടല്ലയോ? അയ്യോ ഇല്ല, എന്താ മാഷേ? പിന്നെ എന്തുവാ ഈ കിടക്കുന്നേ? അയ്യോ ഇതെന്റെ കാതി കിടന്ന കമ്മലിന്റെ കല്ല്. നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം കൊണ്ടാ ഞാൻ വന്നേക്കുന്നേ. കുഴിമുളക് ഇട്ടിട്ടുണ്ടല്ലയോ? പിന്നെന്തുവാ ഈ കിടക്കുന്നേ? നീ എനിക്ക് തന്നത് ചായയാണോ അതോ അഭിലാഷ് ജ്വല്ലറിയാണോ? അത് മൊത്തം നിധിയാണല്ലോ. അല്ല, വേറെന്താ ഒരു സന്തോഷ വാർത്ത പറ. നിങ്ങളുടെ കൂടെ ഒരു 2 മാസം ഇവിടെ അങ്ങ് നിൽക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അവിടെ ഒരു ബഹളം. അല്ല, ഇവിടെ ഒരു വായ നോക്കി പട്ടിയുണ്ട്, ആ. ഇടയ്ക്കിടയ്ക്ക് കയറി വരും, എന്നിട്ട് തിന്നും കൊടുത്തും കെടുത്തും ഇവിടെ തന്നെ കിടക്കും, എങ്ങോട്ടും പോത്തില്ല, ഭയങ്കര ശല്യമാന്നേ. അല്ല, മാഷെന്തോ ഇപ്പൊ പറഞ്ഞു വന്നത്? അല്ല, എനിക്ക് നിൽക്കാൻ സമയമില്ല, ഞാനങ്ങ് പോയേക്കുവാ. മാഷ് ഇറങ്ങുവാ. ഓക്കെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ തിയേറ്ററിൽ പോയി കാണും. എന്തോന്ന്? ഭാഷ ഇറങ്ങാൻ പോവെന്ന് പറഞ്ഞു 4K. മോളെ, മാഷ് ഇറങ്ങുവാ. എന്റെ എന്തിനാ ഈ കരയുന്നേ? നീ എന്തിനാ കരയില്ലേ? മാഷ് അങ്ങോട്ട് പോയപ്പോ എന്റെ കാലി കയറി ചവിട്ടി. കുഴപ്പം എന്തുവാ പറ. മാഷ് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങള്. ഇയാള് ഞാൻ ഒത്തുചേർന്ന് പോത്തില്ല. വീണ്ടും കാലം ചവിട്ടിയോ? ഇല്ല, ഇപ്പൊ ഇവള് പറഞ്ഞത് കേട്ട് കരഞ്ഞതാ. എന്തോ അതിന്റെ കാര്യം പറ. ഇവിടുത്തെ പ്രശ്നം വേറെ ഒന്നുമല്ല. ഇവളിവിടെ വരുന്നിടത്തും പോകുന്നിടത്തും എല്ലാരും പറയുന്നത് ഞാൻ ഭയങ്കര കുടിയാ മുഴുകുടിയാ. അയ്യോ, പുലിമുരുകൻ കയറി വന്നു. ഞാൻ ഭയങ്കര കുടിയാന്നാണ് ഇവളെല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടികൾ പോലുമില്ല. അപ്പൊ നീ കുടിയൻ മാത്രമല്ല, ഒരു മടിയനും കൂടെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കൊരു കുഞ്ഞിക്കാല് വേണം. എന്റെ പ്രശാന്തേ, നീ ശാരീരികമായിട്ട് ഒരുപാട് വളർന്നു. ഇനി ഈ കാല് മാറ്റിയിട്ട് കുഞ്ഞിക്കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നീ താങ്ങത്തില്ല. ഈ മണ്ടനാണല്ലോ എന്നെ 10 കൊല്ലം പഠിപ്പിച്ചത്. നീ എന്തോ ഇപ്പൊ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. മാഷേ, അങ്ങേര് പറയുന്നൊന്നും കേക്കണ്ട. ഇവിടെ കൊറേ പ്രശ്നങ്ങളുണ്ട്. എന്റെ അച്ഛൻ തെങ്ങിന്ന് വീണിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. വീണപ്പോഴേ പടലി ഒടിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും തിരിഞ്ഞു നോക്കാൻ. അച്ഛന്റെ കാര്യമല്ല പറഞ്ഞത്, ഇങ്ങനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്ന് പറഞ്ഞാ പോരായിരുന്നോ? എന്തിനാ അങ്ങനെ പറഞ്ഞപ്പോ മൈന വരെ തിരിഞ്ഞു നോക്കി. പിന്നാന്നോ പ്രശാന്തിന് നോക്കാൻ പറ്റാത്ത? ആവശ്യമില്ലാത്തടത്ത് ഒരു അനാവശ്യ തമാശ ഞാൻ പറഞ്ഞു, നീ അങ്ങ് ക്ഷമിക്കേ. ഈ കൊച്ചിന്റെ അച്ഛൻ എങ്ങനെ അതെങ്ങനെ കയറിയത്? ഇങ്ങനെ തെങ്ങനെ വീണതെങ്ങനാ? പറഞ്ഞ കാര്യം കൊണ്ട് ഒരെണ്ണം ഞാൻ തന്നാലുണ്ടോ അസ്ഥാനത്ത് പോയി കിടക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് മാഷ് മനസ്സിലാക്കണം, ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരി ഇവളാണ്. പറയുന്ന മൊത്തം കളത്തിലായി. ഇയാളാണ് ഈ വീട്ടിൽ പ്രശ്നം. ഇനി ഞങ്ങൾ ജീവിതം മുമ്പോട്ട് പോത്തില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് പിരിയുന്നു. അങ്ങനൊന്നും തീരുമാനം എടുക്കാൻ പറ്റട്ടെ. എടാ, ഒരു ബന്ധം പിരിച്ചു കളയാനായിട്ട് എളുപ്പമാ, പക്ഷെ ഇത് കൂട്ടിച്ചേർക്കാനാ ഭയങ്കര പാട്. നിങ്ങൾ പ്രേമിച്ച് നടന്ന സമയത്ത് നിങ്ങളുടെ കല്യാണം നടത്തി തന്നത് ഞാനാണോ? അന്ന് ആ കൈ പിടിച്ച് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങളുടെ കൈ ഞാണ്ട് വീണ്ടും ഞാൻ കൂട്ടിപ്പിടിച്ചങ്ങ് തരുവാ. അതെ, സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചോണം കേട്ടല്ലോ. മാഷ് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പിരിഞ്ഞാനല്ലേ? ഒരു ബന്ധം കൂട്ടിവിട്ടാൻ വേണ്ടി എന്തെല്ലാം പാടുപെടണം നമ്മള്. അതെ, നമ്മുടെ കണ്ണാണ് മാഷ് തുറപ്പിച്ചത്. അതെ, അതൊക്കെ പോട്ടെ. മാഷിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? മാഷിന്റെ ഭാര്യ സാവിത്ര ടീച്ചർ അവള് പോയി. എന്തോരം കഞ്ഞി വന്നിട്ടുള്ള ടീച്ചറാ, എന്തോരം മുട്ടായി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് മാഷ് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. നിർത്തടാ, അവൾ അമ്പലത്തിൽ പോയാലും നിങ്ങൾ രണ്ടെണ്ണം എന്തെങ്കിലും ഇങ്ങനെ കടന്ന് കരയില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളെ ഈ ഭാര്യ ബന്ധം എന്ന് പറയുന്നത് പക്ഷികളെ പോലെ. അപ്പൊ പക്ഷികളെ പോലെ കൊക്കുരുമി രണ്ടുപേര് സന്തോഷത്തോടെ കൂടി ജീവിക്കണം കേട്ടല്ലോ. അപ്പൊ മാഷ് അങ്ങോട്ട് ഇറങ്ങുവാ. ശരി, ഇടയ്ക്ക് വരണം മാഷേ. ഇടയ്ക്ക് വരാൻ പട്ടിയുള്ള വീട്ടിലൊന്നും ഇപ്പൊ പോവാറില്ലോ. മാഷ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ നമ്മളെ ബന്ധം വേറെ പിരിഞ്ഞു പോയാനല്ലേ? അതൊക്കെ ഓക്കെ എന്നും പറഞ്ഞ് കൊക്കുരുമാ വരണ്ട, അങ്ങോട്ട് മാറി. എന്ത് പറ്റി മാഷേ? എടാ, എന്റെ അമ്പലത്തിൽ പോയ ഭാര്യയില്ലയോ അവള്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയോ പറഞ്ഞു. അവള് താണ്ട പുറകെ വരുന്നു. എനിക്ക് എവിടെങ്കിലും ഒളിക്കാൻ ഇച്ചിരി സ്ഥലം താ. മാഷല്ലി പറഞ്ഞത് ഭാര്യ ഭർത്താവായാൽ പക്ഷികളെ പോലെ കൊക്കുരുമണമെന്ന്. അത് നിന്റെ പക്ഷി. എന്റെ പക്ഷി എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊത്തി കൊല്ലും. സ്ഥലം താടാ. നല്ലൊരു സ്കിറ്റാണ് അല്ലേ? നമ്മള് 3 പേരും തകർത്തഭിനയിച്ച സ്കിറ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇതിൽ ആര് ബെറ്റർ, ആരാണ് അടിപൊളിയായിട്ട് നമ്മളെ ചിരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാതെ 3 പേര് ഗംഭീരമായിട്ട് ചെയ്തൊരു സ്കിറ്റ്. ചേച്ചി തന്നെയല്ലേ പറയാനുള്ളത്? നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റ് ആണ്. എന്താ പറയാനുള്ളത്? ഫൈൻ ട്യൂണിങ് കുറച്ച് വേണം, കുറച്ചുകൂടി കോമഡി കേറ്റണം. ബാക്കി എങ്കിലും ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ,
നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ ഓ സ്മൃതിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ സന്തോഷല്ലേ ഞാൻ 30,000 കൂടെ കിട്ടണമെങ്കിൽ ഞങ്ങൾ പോവായിരുന്നു. പോവായിരുന്നു. ശരി എന്നാ ചേച്ചി അതിട്ട് കൊടുത്തേക്ക്. അല്ല സ്മൃതിയെ ആവശ്യത്തിന് കൂടുതൽ എക്സ്പ്രഷൻ ഒക്കെ ഇടും എന്നിട്ട് പറയും ആവശ്യമുള്ള ഇട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നു. Alright, ശ്വേത ചേച്ചി 30,000 rupees ചൂടോടെ ക്രെഡിറ്റ് ചെയ്തു. 30,000 rupees ക്രെഡിറ്റ് ആയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്.